സാർ എന്നിട്ട് അപ്പോൾ പുള്ളി സാറിനെ തേടി വരികയായിരുന്നു. എന്നെ അന്വേഷിച്ച് എൻ്റെ ഓഫീസ് വരികയായിരുന്നു. എൻ്റെ ഓഫീസ് വന്നു. ഞാൻ ഓഫീസിൽ എൻ്റെ റൂമിൽ പിടിച്ചിരുത്തി കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയിലെ ഗാനം എഴുതാനായിട്ട് ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞു. ആ സിനിമ ആശ്രമം എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ സംവിധാനം ചെയ്യുന്ന പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഗോൾഡ് മെഡലിസ്റ്റായ KK ചന്ദ്രൻ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ താങ്കളുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കത് സ്വീകാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്ക് പറഞ്ഞു എന്നാൽ ചുനക്കരയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്കെന്തോ ഒരു അങ്ങോട്ട് തൃപ്തി വരുന്നില്ല, ഒരു വിശ്വാസം വരുന്നില്ല. കാരണം എന്നെ അങ്ങനെ ആരെയും വിളിച്ച് സിനിമയ്ക്ക് പാട്ട് എഴുതിപ്പിക്കുമോ? കാരണം ഞാൻ സിനിമയ്ക്ക് ഇതിലോട്ട് എഴുതിയിട്ടില്ല. അന്ന് മോഹമുണ്ട്, മോഹമാണ് കിടക്കുന്നത്. വയലാറും പി ഭാസ്കരൻ മാഷും ONV സാറും ഒക്കെ അങ്ങനെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് എനിക്കൊന്ന് എത്തി നോക്കാൻ അവസരം കിട്ടുമോ? അതായിരുന്നു എൻ്റെ ഒരു ഭയം. അപ്പോൾ ഉടനെ ഒരാൾ വന്ന് പറയുന്നത് വിളിച്ചിരിക്കുന്നു, അത് ക്ഷണിച്ചിരിക്കുന്നു, ഇത് അങ്ങോട്ട് വരണമെന്ന് ക്ഷണിക്കുന്നു പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നി എനിക്ക് എന്നെ കളിയാക്കാൻ വേണ്ടിയാണോ? എന്തായാലും ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും എനിക്ക് സമയമില്ല, അതുകൊണ്ട് അപ്പോൾ ഞാൻ 5 മണിക്ക് വരട്ടോ എന്ന് ചോദിച്ചു. 5 മണിക്ക് ഞാൻ പറഞ്ഞാൽ ശരി 5 മണിക്ക് വരട്ടെ. അപ്പോൾ 5 മണിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നറിയാം, ശരിയാണെങ്കിൽ ഇയാൾ 5 മണിക്ക് വരും, ആവശ്യക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ 4:45 ഇദ്ദേഹം നേരെ എൻ്റെ റൂമിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗണപതി കോവിലിലെ പ്രസാദം കൊണ്ട് എൻ്റെ നെറ്റിക്ക് പറഞ്ഞ് ഞാൻ ഗണപതി കോവിലിൽ പോയി തൊഴുതിട്ട് വരികയാണ്, നമുക്കെന്നാ പോകാം. അപ്പോൾ ഞാൻ വരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുക. കാരണം എനിക്ക് ഇപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു, സംതിങ് സീരിയസ് നടക്കും എന്നുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് ബൈക്കിൽ ഞങ്ങളിങ്ങനെ പോയി. ഹാൾ നിറയെ തിരുവനന്തപുരത്തെ സിനിമാക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. KK ചന്ദ്രൻ, ഇതിൻ്റെ പ്രൊഡ്യൂസറെ, പിന്നെ ജോൺ അബ്രഹാം, അന്നത്തെ ഫേമസ് ഡയറക്ടർ ജോൺ അബ്രഹാം, നടൻ അസീസെ, പിന്നെ ഡോക്ടർ മോഹൻദാസ് നടൻ, പിന്നെ നമ്മുടെ കയ്യും തലയും പുറത്തിട്ടത് ശ്രീകുമാറെ, പിന്നെ ജൂനിയറായിട്ടുള്ള തിരുവനന്തപുരത്തെ എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇതാണ് ചെറുക്കട്ടാൻ കേട്ടോ. അപ്പോൾ KK ചന്ദ്രനെ ആദ്യമായിട്ട് കാണുക, തൊഴുതു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോടൊക്കെ പറഞ്ഞിങ്ങനെ ചുരുക്കരെ ഞങ്ങളൊരു ചെറിയ പടം ചെയ്യുന്നു, ആശ്രമം എന്നാണ് പടത്തിൻ്റെ പേര്. ചെറിയ പടമായതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും എഴുതണ്ട, ചെറിയ ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കാമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചുനക്കരയ്ക്ക് അതിൻ്റെ പാട്ട് എഴുതാവോ? ഞാൻ പറഞ്ഞു എഴുതാം. ഒരു പാട്ടേ ഉള്ളൂ, ഒരു വ്യവസ്ഥ, ഈ പാട്ട് നല്ലതല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല. ഞാൻ പറയും സ്വീകരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചുനക്കര പാട്ട് എഴുതണം. എപ്പോഴേ പാട്ട് എഴുതി എന്നെ കാണിക്കും. ഞാൻ പറയും എപ്പോൾ കാണിക്കണം? നാളെ രാവിലെ 9 മണിക്ക് കാണിക്കാം. ഞാൻ പറയും 9 മണിക്ക് കാണിക്കാം. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒക്കെ ദൈവം തമ്പുരാനെയൊക്കെ മനസ്സിൽ എന്നെ ഹരീഷിനെ പഠിപ്പിച്ച ഗുരുനാഥിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചു, മാതാവിനെയും പിതാവിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അതെ ഇത് എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞാൻ വലിയ ഈ ഗുരുഭക്തിയുള്ള ആളാണ്. ഞാൻ പേന എടുത്ത് പേപ്പറിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നെ ഹരിശ്രീ പഠിപ്പിച്ച എൻ്റെ കൃഷ്ണപിള്ള സാറിനെ ഞാൻ മനസ്സിൽ ധ്യാനിക്കും. ഇന്നും അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്നും രാവിലെ ഉണരുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും എൻ്റെ മാതാവിനെയും പിതാവിനെയും ഗുരുനാഥനെയൊക്കെ ഞാൻ സ്മരിക്കും. അതൊരു ഇതാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥനെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ ഗുരുനാഥ, ഞാനൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, എന്നെ പരാജയപ്പെടുത്തരുത്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് എഴുത്ത് തുടങ്ങി. ഒരു ഗാനവസന്തകാലം ആദ്യ നിമിഷങ്ങളിലേക്ക്. ആ എഴുത്ത് പാട്ടെഴുതി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് അദ്ദേഹത്തിൻ്റെ കൊടുത്തു, ഡയറക്ടറെ കൊടുത്തു. ഡയറക്ടർ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു, എന്താണ് ഞാൻ ആഗ്രഹിച്ചത്, ഈ ഗാനത്തിൽ കൂടി ആ സാധനം ഇതിനകത്തുണ്ട്, പിന്നെ ഈ പാട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു.
ഇനി ഒരു പാട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശരിയല്ല, 2 പാട്ടുകളുണ്ട്, അത് ചുരക്കൽ എഴുതാം, അതിൻ്റെ സിറ്റുവേഷൻ നിന്ന് അങ്ങനെ 3 അതിലാണ് അത് എഴുതി. ആ പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചത് മ്യൂസിക് ഡയറക്ടർ അർജുനൻ മാഷായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഗാനം പാടിയത് പിന്നെ നമ്മുടെ ജയന്തനായിരുന്നു ഗായകൻ.